പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രമൊക്കെ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങൾ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യവും സ്നേഹവും ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കൃഷ്ടം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം ലഭിക്കുന്നതിന് വചനത്താൽ ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആരാധിച്ച പോലെ ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കൃപകളും ചൈതന്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഈ ദിവസം മുഴുവനും നിൻ്റെ വചനത്തിൻ്റെ തികവിലൂടെ ഞങ്ങളെ നടത്തണമേ. നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും അനുഭവിച്ചറിയും ഞങ്ങൾ നിൻ്റെ കൃപകളാൽ നിറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പിതാവിന് അങ്ങ് ഫലമേൽപ്പിച്ചുകൊണ്ട് ദുഷ്ടന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ തിന്മയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ദൈവകൃപയുടെ നിറവായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പുതിയ ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ പോകുന്ന വഴികളിൽ, ഞങ്ങളായിരിക്കുന്നിടത്ത്, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നിൻ്റെ കൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ, ഇതാ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയെന്ന പിതാവിനോട് പറഞ്ഞതുപോലെ, നിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി നിൻ്റെ കൂടെയുള്ളവരെ നീ പിതാവിന് സമർപ്പിച്ചതുപോലെ ഞാനും ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ തലമുറകളെയും സമർപ്പിക്കുന്നു. ദുഷ്ടനിന്ന് കാത്തുകൊള്ളണം. തിന്മയുടെ വേരുകൾ ഞങ്ങളുടെ തലമുറകളിലേക്ക് ഒഴുകാതിരിക്കുവാൻ ദൈവകൃപയുടെ നിറവായി മാറുവാൻ പൂർവികർ ഞങ്ങളിലേക്ക് കടന്നു വന്ന രോഗങ്ങൾ, അസ്വസ്ഥകൾ, ശാപദോഷങ്ങൾ എല്ലാം എടുത്തു മാറ്റി ദൈവകൃപയാൽ നിറയുവാൻ നീ തന്നെ ശാപമായി തീർന്നതുപോലെ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഇതായി പ്രഭാതത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കും. ഏറെ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും, ശാപത്തിൻ്റെ കെണിയിൽപ്പെട്ടുപോയവരെയും, ദൈവത്തിൽ നിന്നകന്നുകൊണ്ട് മനുഷ്യരുടെ മേൽ തിന്മകൾ അടിപ്പേൽപ്പിച്ചുകൊണ്ട് ശാപങ്ങൾ ഏൽക്കുന്നവരെ പോലെ ആകാതെ ദൈവകൃപയുടെ നിറവായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ശാപദോഷം ഞങ്ങളുണ്ടെങ്കിൽ ഇന്ന് മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറച്ച് നയിച്ചനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.